ആവശ്യമില്ല. ഒരിക്കലും അഞ്ചാം പാതിരയാണെന്ന് വിചാരിച്ച ഒരാൾ തിയേറ്ററിലേക്ക് വരേണ്ട ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ വേറിട്ടൊരു ജയറാമേട്ടനെയാണ് നമുക്ക് ഈ ഹോസ്റ്റലർ മൂവിയിൽ കാണാൻ സാധിക്കുന്നത്. അടിപൊളി, ഒന്നും പറയാൻ വാക്കുകളില്ല, അത്രയ്ക്കും അടിപൊളി പടമാണ്. പടം സൂപ്പറാണ്, ഒന്നും പറയാനില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഥുൻ മാനുവൽ മാജിക്കാണ് നമുക്കിവിടെ തിയേറ്ററിൽ അനുഭവിക്കാൻ കഴിയുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സസ്പെൻസ് അതാരാണ്, മമ്മൂക്ക തന്നെയാണ് ഓഫ്കോഴ്സ്. അപ്പോൾ മമ്മൂക്കയുടെ ആ ഒരു ആക്ടിങ് ആയിരുന്നാലും ആ ഒരു എന്താ പറയുക മാനേഴ്സ് മാറിയിരിക്കുന്ന ഒരു ഇതായിരുന്നാലും നിങ്ങളത് തിയേറ്ററിൽ വന്നതിന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇറ്റ്സ് അമേസിങ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അർജുന അശോകനെ എടുത്ത് പറഞ്ഞാലും സൈജു കുറുപ്പ് എന്ന് പറയുന്ന നടനെ എടുത്ത് പറഞ്ഞാൽ അനശ്വര രാജൻ, ഷീസ് അമേസിങ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓൾഡ് ജനറേഷൻ ആൻഡ് ഈ ജനറേഷൻ എല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു മാജിക്കാണ് എബ്രഹാം മസ്ലർ എന്ന് പറയുന്ന ഈ ഒരു മൂവി. വേറൊന്നും പറയാനില്ല, ഇറ്റ്സ് അമേസിങ്. ആൻഡ് സ്ക്രിപ്റ്റിംഗ്, ഡയറക്ഷൻ ആൻഡ് എവറിത്തിങ് ജയറാമേട്ടൻ നമുക്ക് നമ്മുടെ മലയാളത്തിലേക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അത് വലിയൊരു സന്തോഷം എനിക്ക് ഉണ്ട്. കാരണം ഒന്നും പറയാനില്ല, കാരണം എവറിത്തിങ് സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് അമേസിങ് മൂവി. സോ എല്ലാവരും ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റ് തന്നെയായിരിക്കും, ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോരുത്തരുടെ ഇൻട്രോ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഓരോ BGMs, there's a lot of work happening or happened. സോ എല്ലാവരും പോയി അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ, തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അയ്യോ, മിഥുൻ്റെ ഡയറക്ഷൻ, സ്ക്രിപ്റ്റിംഗ് എല്ലാം അടിപൊളി. അത് ഒരു ക്വസ്റ്റ്യനേ അല്ല, ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ എനിമോർ. അത് എസ്റ്റാബ്ലിഷ് ഹിംസെൽഫ് ആസ് എ ബ്രാൻഡ്. സോ അതൊരു ക്വസ്റ്റ്യനേ അല്ല, അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ജയറാമേട്ടൻ്റെ അദ്ദേഹം പോയിട്ടില്ല ഒന്നാമത്. പിന്നെ വേറൊരു സാധനം പുള്ളി അടിപൊളിയായിട്ട് പിടിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ജയറാമേട്ടൻ്റെ ഞെട്ടിക്കുന്ന അടിപൊളി പെർഫോമൻസ് ആണ്. ഒരു ക്രൈം ത്രില്ലർ, കുറച്ച് നല്ല ഇമോഷൻസ് ഉണ്ട്, കുറച്ച് ഡ്രാമയുണ്ട്. നല്ല പടമായിരുന്നു, നീറ്റായിട്ടുള്ളൊരു കാസ്റ്റാണ്. സ്ക്രീൻ പ്ലേ ഒക്കെ നല്ലതായിരുന്നു. ഓരോ പാർട്ട് എടുക്കുമ്പോഴും നല്ല നീറ്റായിട്ട് തോന്നും. വളരെ ഡീസൻറ്റ് മേക്കിംഗ് ഉള്ള നല്ല മൂവിയാണ്. എന്തായാലും വർക്കാണ്. നല്ല മൂവിയാണ്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ എൻട്രി ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു ഗൂസ് ബംപ് മൊമെന്റ് തന്നെയായിരുന്നു മമ്മൂക്കയുടെ എൻട്രി. ഒരു കമ്പാക്ക് തന്നെയാണ്. അതുപോലെ തന്നെ മമ്മൂക്കൻ്റെ ചെറുപ്പം ചെയ്യുന്ന അടിപൊളിയായിരുന്നു. നൈസ് ആക്ടിങ്. പിന്നെ അനശ്വര നേര് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ കുറേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സീൻസ് നല്ല അടിപൊളിയായിട്ട്. അനശ്വരയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. പിന്നെ മേക്കിംഗ് അടിപൊളിയായിരുന്നു. നല്ല മൂവിയായിരുന്നു, വളരെ നല്ല മൂവിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മീൻസ് കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് നല്ല ഒരുപാട് ഇഷ്ടം തോന്നിയൊരു മൂവിയാണ് കണ്ടത്. മീൻസ് സ്റ്റാർട്ടിങ് ടു എൻഡിങ് ക്ലൈമാക്സ് വരെ നല്ലൊരു അവരൊരു രഹസ്യ സ്വഭാവം സൃഷ്ടിച്ചിട്ടുണ്ട്. മീൻസ് അടുത്തത് എന്തായിരിക്കും നമുക്കറിയാൻ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഓരോരോ സീനിലും സെക്കൻഡ് പാർട്ടിലും മമ്മൂട്ടിയുടെ ഒരു എൻട്രി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്കിത് എണീറ്റത് കൈയൊക്കെ അടിക്കാൻ തോന്നില്ല. അതുപോലത്തെ ഞാൻ അങ്ങനെ കൈയടിക്കുന്ന ഒരാളല്ല, പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഞാൻ ഒപ്പം കൈയടിച്ചു എല്ലാവരുടെ കൂടെ. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ജയറാമിനെ മമ്മൂട്ടിയുടെ ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര രസം തോന്നി. അടിപൊളി സൂപ്പറായിരുന്നു. നല്ല മൂവി എന്ന് പറഞ്ഞാൽ നല്ലൊരു മൂവിയായിരുന്നു. ജയറാം ചേട്ടൻ്റെ ഒരുപാട് നാളിന് ശേഷമാണ് ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മൂവി ഞാൻ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി എനിക്ക്. മീൻസ് പുള്ളിയുടെ എൻട്രി ആയാലും അല്ലെങ്കിൽ പുള്ളിയുടെ അപ്പിയറൻസ് ആയാലും പുള്ളിയുടെ ഒരു ലുക്ക് ആയാലും ഭയങ്കര വെറൈറ്റി തോന്നി. ഒത്തിരി വെറൈറ്റി ആയിട്ട് തോന്നി. നല്ല രസം. തിയേറ്ററിൽ തന്നെ പോയി കാണാം. പറയാം. പുള്ളി കുറേ നാളിന് ശേഷം മൂവി ചെയ്തെങ്കിലും നല്ലൊരു എൻട്രി ആയിരുന്നു പുള്ളിയുടെ. സൂപ്പർ. മമ്മൂട്ടിനെ ഞാൻ ഇങ്ങനെ റോളി പ്രതീക്ഷിച്ചില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുന്ന വില്ലൻ ക്യാരക്ടർ തോന്നിയില്ല. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര രസമാണ്. എല്ലാവരും ഭയങ്കര രസമാണ്, അടിപൊളിയായിരുന്നു, സൂപ്പറാണ്. നല്ല പടമാണ്, വെരി നൈസ് മെഡിക്കൽ ത്രില്ലർ, നല്ല പടം. വളരെ നല്ലതായിരുന്നു. ജയറാം സാർ ഇതുവരെ അഭിനയിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു റോളായിരുന്നു. വെരി നൈസ്. മമ്മൂക്ക വാസ് ഓൾസോ വെരി നൈസ്. എവ്രിബഡി വാസ് നൈസ്. ഫ്ലാഷ് ബാക്ക് ഒക്കെ വളരെ നല്ലതായിരുന്നു. വളരെ നല്ല പടം. ഹോസ്റ്റലർ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അഭിനേതാക്കളുടെ പെർഫോമൻസ് കൊണ്ട് മികച്ചു നിൽക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഇപ്പോൾ ഇതിനകത്ത് അടുത്ത കാലത്തായി നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ജഗദീഷ് ആണെങ്കിലും പിന്നെ ജയറാമേട്ടൻ്റെ നമ്മളിപ്പോൾ തിരിച്ചു വരവെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ഈ ഡയറക്ടേഴ്സ് ഇവർക്ക് എങ്ങനെയുള്ള സ്റ്റോറീസ് കൊടുക്കുന്നു, ഇവരെങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ജയറാമിൻ്റെ ഏറ്റവും ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ജയറാമിൻ്റെ ബോഡി ലാംഗ്വേജ്. ആ സിനിമ കാണുന്ന എല്ലാവരും അംഗീകരിക്കും. കാരണം ജയറാം ശരിക്കും ഈ സിനിമയിൽ കാണുന്ന അത്രയും തളർന്നിരിക്കുന്ന ഒരാളല്ല. പക്ഷേ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് നമുക്കറിയാം. ഇൻസോമിയ ബാധിച്ച പ്രായത്തിൻ്റെ രീതിയിലുള്ള ഒരു എല്ലാ ഇതും കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ശരിക്കും മമ്മൂട്ടി വന്നതിന് ശേഷം മമ്മൂട്ടിയുടെ എൻട്രിയാണ് സെക്കൻഡ് ഹാഫ്. നമുക്കിപ്പോൾ ക്യാമിയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള എല്ലാ സസ്പെൻസും പൊളിഞ്ഞിരിക്കുകയാണ്. ക്യാമിയോ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് പറയാം, അല്ലെങ്കിൽ ഈ പടത്തിന് ഒരു മെയിൻ റോൾ എന്ന രീതിയിൽ തന്നെ പറയണം. വില്ലനാണോ അല്ലോ എന്നുള്ള
എന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ തീരുമാനിക്കേണ്ട ഒരു ഘടകമാണ്. ആ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഇതൊരു സെക്കൻഡ് പാർട്ടിനുള്ള സൂചന. കാരണം ജയറാം ഇനീഷ്യലി അന്വേഷിച്ചുകൊണ്ടിരുന്ന മെയിൻ ഒരു സംഭവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സെക്കൻഡ് ക്ലൈമാക്സിൽ എൻഡ് ചെയ്യുമ്പോഴാണ് അതിലേക്ക് കടക്കുന്നത്. കാരണം ഇടയ്ക്ക് വെച്ച് പുള്ളി ഈ അന്വേഷണം വഴിമാറി പോയിട്ട് ഇപ്പോൾ അലക്സാണ്ടറുടെ കേസിലേക്ക് പുള്ളി പോവുകയാണ്. പുള്ളിയുടെ ഒറിജിനൽ കേസിലേക്ക് വരുന്ന ഒരു എൻഡിങ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിലൊരു രണ്ടാം ഭാഗത്തിലേക്കുള്ള ഒരു സൂചന തന്നെയാണ്. അർജുൻ അശോകൻ, അതുപോലെ അനശ്വര, ജഗദീഷ്, പിന്നെ സൈജു കുറുപ്പ്, ഇതുപോലെയുള്ള വലിയ താരം തന്നെയാണ്. എല്ലാവരും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു തിയേറ്ററിക്കൽ വാച്ചാണ്. പക്ഷേ ഇങ്ങനെയുള്ള ത്രില്ലർ സിനിമകൾക്ക് ഏറ്റവും ക്ലിക്ക് ആവേണ്ടത് ഇതിൽ ഈ ക്രൈമിലുള്ള പാസ്റ്റ് എന്തിനാണ് അത് ചെയ്യിപ്പിക്കുന്നത്. ആ ബാക്ക് സ്റ്റോറിയുടെ കാര്യത്തിൽ അത്ര കൺവിൻസിംഗ് അല്ലാന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ഒരുപാട് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ബാക്ക് സ്റ്റോറിയോ ഒരു ബാക്ക്ഗ്രൗണ്ട് കാരണമോ അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു തിയേറ്റർ വാച്ച് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് പിന്നീട് റിവ്യൂ ചെയ്യുമ്പോഴേ അങ്ങനെ തോന്നുള്ളൂ. കണ്ടിരിക്കുമ്പോൾ നമുക്ക് തീരെ മടുപ്പിക്കാത്ത രീതിയിലുള്ള ഒരു എബോവ് ആവറേജ് അനുഭവമാണ് അബ്രാമോസ്.